ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന. അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല തലവേദനയായിരുന്നു. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇഡലിയും സാമ്പാറുമാണ്. കൂടുതലും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് അടുപ്പത്ത് വയ്ക്കുന്ന മാത്രമേ ഞാൻ എടുത്തുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ മോള് പോകാനായിട്ട് പുറത്തിറങ്ങിയ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വെണ്ടയും പയറും ഒക്കെ ഒന്ന് പാകിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചേട്ടായി വന്നിട്ട് വേണം ഇനി അതൊന്ന് പറിച്ച് നടാനായിട്ട്. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ സ്ഥല സൗകര്യമൊക്കെ കുറവാണ്. അപ്പോൾ ദേ മോള് പോകാൻ വേണ്ടി റെഡിയായി വന്നപ്പോൾ അപ്പുറത്തെ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഇന്നിപ്പം സൈക്കിളിലല്ല പോണത്, കണച്ചുളങ്ങര അമ്പലത്തിൽ ചെന്നിട്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമയത്ത് എത്താൻ പറ്റിയില്ലായിരുന്നേ. ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അരൂർ ഭാഗത്തൊക്കെ ചെന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ ട്രാൻസ്പോർട്ട് ബസ്സിന് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ NH ചെന്നിട്ട് എറണാകുളം പാസ്റ്റിനാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെല്ലാനും പറ്റും. അതല്ലെങ്കിൽ ചേർത്തല ചെന്നിട്ടാണെങ്കിൽ അടുത്ത ബസ്സിന് കയറി പോകാം. അത്രയും ബ്ലോക്കും കിട്ടത്തില്ല. അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഓട്ടോയിൽ പോകാൻ പറഞ്ഞിട്ട് മോള് പോയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉച്ചയ്ക്കുള്ള കറി എന്തെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ മാങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി, മാങ്ങാക്കറിയും. പിന്നെ നമുക്ക് ഇന്നലത്തെ മത്തി ഇന്നലെ വൈകുന്നേരം കിട്ടിയിട്ട് അതൊന്ന് മുളകിൽ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി പൊള്ളിച്ചതിരിപ്പുണ്ട്. അപ്പോൾ പീച്ചിങ്ങയുണ്ട്, അതും കൂടെ പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്കുള്ള കറികളായിട്ട് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഉച്ചയ്ക്കുള്ള കറി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പണികളൊക്കെ പുറത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു തലവേദനയും കൊണ്ട് വന്നിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം തന്നെ പോക്കായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഊണെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വീട് വരെ പോയിട്ടുണ്ടായിരുന്നേ. ഞാനും മോനും കൂടെ ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചായി പോയിട്ട്. അച്ഛൻ ഇങ്ങോട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ വന്നിട്ട് കുറേ ആയി. അത് കാരണം ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അമ്മയ്ക്ക് കാലിനൊക്കെ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. കാലൊക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട്, ചെറിയൊരു ഗാർഡൻ എന്ന് പറയാം. അപ്പോൾ അതേ സിറ്റ് ഔട്ടിലൊരു ചെടി വെച്ചിരുന്നതാണ്. നല്ല ഭംഗി കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. അമ്മ അകത്ത് കാല് മരുന്നൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അന്നേരം അകത്ത് പോയിരുന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഒരുപാട് നല്ല പൂക്കളൊക്കെ ഉണ്ട്. അമ്മ എവിടെ പോയാലും കിട്ടുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചൊക്കെ എടുക്കും. നല്ല പൂക്കളൊക്കെയാണ് എല്ലാം, നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ അമ്മയുടെ കൊച്ചു ഗാർഡനൊന്ന് ഞാൻ വീഡിയോയിൽ പകർത്തിയണമെന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണ്, എന്നോട് പറഞ്ഞെടുത്തോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ വല്ലപ്പോഴും വീട്ടിൽ വരുമ്പം എനിക്കിഷ്ടപ്പെട്ട ചെടികളൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഞാനും കൊണ്ടുപോകും, അനിയത്തിയും കൊണ്ടുപോകും. അപ്പോൾ റോസയൊക്കെ ഞാൻ ഇതിനു മുമ്പ് കൊണ്ടുവന്നൊക്കെ വെച്ചു. നമ്മൾ സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ കൊണ്ടുവന്നൊക്കെ വെക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെയെന്ന് വെച്ചിരുന്ന സ്ഥല സൗകര്യമൊക്കെ കുറവാണ്. അപ്പോൾ ഇനി പുഴുക്കളെയൊക്കെ ഒന്ന് തുരത്തി ഓടിച്ചിട്ട് വേണം ചെടികളൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. ഈ കാണുന്ന ചെടി കണ്ട നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് ഇനി കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെയെന്ന് വെച്ചിരുന്ന കണ്ട നല്ല വെള്ള മണ്ണാണേ. അപ്പോൾ നമുക്ക് മണ്ണിലാണെങ്കിലും കുഴിച്ച് വെച്ചാൽ മതി, ചെടികളൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഇവിടെ അതൊന്നും നടക്കത്തില്ല. ഇവിടെ പുഴുക്കളുടെ ശല്യങ്ങളും പിന്നെ ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടിക്കളയും. അപ്പോൾ അത് ആ കാണുന്ന ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു വെറൈറ്റിയാണ്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഇവിടെ സീനിയുണ്ട്. പിന്നെ ഇത് കോഴിവാലിനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രണ്ട് സൈഡിലും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇലച്ചെടികളും ഉണ്ട്. പിന്നെ അച്ഛൻ കൃഷിയും ഉണ്ട് കേട്ടോ. അച്ഛന് ഇവിടെ പാവലുണ്ട്. പിന്നെ വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് അങ്ങനെ കുറച്ചുണ്ട് അങ്ങോട്ട് മാറിയിട്ട്. പിന്നെ ചേമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ചേമ്പും താള് മുറിച്ചെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വാഴ കുലച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാഴച്ചുണ്ടൊന്ന് ഒടിച്ചെടുക്കണം. അപ്പോൾ 2 കിടപ്പുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഇവർക്ക് എടുക്കണം. അപ്പം ഒരെണ്ണം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതും പോകാൻ നേരത്തെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ കണ്ട സപ്പോർട്ടിക്കാൻ മരമുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇതിനകത്ത് മീൻ വളർത്തുന്നതാണ്. ഒരു ചെറിയ ടാങ്ക് പോലെ കെട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊന്നാങ്കണ്ണി ചീരയാണ് കവറിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് എനിക്ക് അച്ഛൻ കൊണ്ടുവന്ന് പൊന്നാങ്കണ്ണി ചീര തരാറുണ്ട്. അപ്പം ഇനി കപ്പക്കിഴങ്ങുണ്ട്. ഇവിടെ താഴെ മൊത്തം ഇത് കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങെന്നൊക്കെ പറയത്തില്ല, അതാണ്. അപ്പോൾ ഇവിടെ ചേമ്പ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കൂമ്പ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
നീലത്തണ്ട് ചേമ്പും ഉണ്ട്. പിന്നെ കണ്ടിച്ചേമ്പെന്ന് പറയുവേ, നമ്മൾ പുഴുങ്ങാനൊക്കെ എടുക്കത്തില്ല, അതിൻ്റെ ചേമ്പ് നമ്മൾ പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ ആ നീലത്തണ്ടിൻ്റെതും കണ്ടിച്ചേമ്പിൻ്റെതും തണ്ട് മുറിക്കാൻ പോയാണ്. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചേമ്പും താള് എടുത്തിട്ട് നമുക്ക് വറുത്തരച്ച് കറി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് മുറിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ കൂമ്പല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 3 ചൂടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുറിച്ച് തന്നെ എടുക്കുകയാണ്. നീലത്തണ്ട് ചേമ്പ് കൂടാതെ കണ്ട് നമുക്ക് കണ്ടിച്ചേമ്പും ഉണ്ട്. അപ്പോൾ നീലത്തണ്ടിൻ്റെ ഞാനിത് ആദ്യം വെക്കാൻ പോയാണ്. പക്ഷേ കണ്ടിച്ചേമ്പിൻ്റെ താളിന് കറി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പുളിങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു, താള് പുളിങ്കറി എന്നും പറഞ്ഞ് ഞാനിട്ടില്ലേ. അപ്പോൾ ഇതാണ് കണ്ടിച്ചേമ്പെന്ന് പറയണത്. ഇപ്പം ഞാൻ മുറിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇത് ചൊറിയാതിരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഞ്ഞി തിളച്ച് കഴിയുമ്പോൾ ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇത് അരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് എടുത്താൽ മതി. ചൊറിച്ചിലുണ്ടെങ്കിൽ ഉള്ളതാണെങ്കിൽ പോകും. ചിലതിനൊന്നും ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല, എല്ലാത്തിനൊന്നും ചൊറിച്ചിൽ വരാൻ സാധ്യതയില്ല. ചൊറിച്ചിലുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ താള് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് താള് കറി വയ്ക്കാം. പിന്നെ ഇതാണ് സപ്പോർട്ടിക്ക എന്ന് പറയുവേ. അപ്പോൾ അതേ കായുണ്ട്, പഴുത്തിട്ടില്ല. അപ്പോൾ ഈ പച്ച ആയതുകൊണ്ട് ഞാൻ പിന്നെ പറിച്ചില്ല കേട്ടോ, പഴുക്കട്ടെ എന്ന് വിചാരിച്ച്. പഴുക്കുമ്പോൾ അച്ഛൻ കൊണ്ടുവന്ന് തരുമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ എപ്പോഴായാലും നമുക്കത് എടുക്കാം. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞ്, നന്ദമോൾക്കാണ് കൂടുതൽ ഇഷ്ടം സപ്പോർട്ടിക്ക്. അപ്പോൾ അത് കാരണം പഴുത്തതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറിക്കാതിരുന്നത്. ഇതാണ് വാഴച്ചുണ്ട് കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല, ഇത് വിരിഞ്ഞ് തീരാറായിട്ടില്ലേ. അപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞത് അപ്പുറം കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. പിന്നെ ഈ കുളം കണ്ട, ഇത് നീന്തൽ പഠിക്കാൻ വേണ്ടി, അത് ബ്രദറിൻ്റെ മോനാണ് ആ നിൽക്കുന്നത്. അവൻ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് വെട്ടിയ കുളമാണിത്. ചെറിയൊരു കുളമായിരുന്നു, പിന്നെ അവർ കുറച്ചുകൂടെ വലുതാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിൽ അവൻ നീന്തൽ പഠിക്കാറുണ്ട്. ഇപ്പം നീന്തലൊക്കെ പഠിച്ച് നന്നായിട്ട് നീന്തും. അപ്പോൾ കുളം വെട്ടി വലുതാക്കിയതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വന്ന് കാണുന്നത്. ഫോണിലിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ കുളം തന്നെയാണ്. പിന്നെ ഞാൻ നിങ്ങളെ ഒരു കൂട്ടം കൂടെ കാണിച്ചു തരാം. അതൊരു പ്ലാവ് മരമാണ്. അപ്പോൾ നമ്മൾ ഇവിടങ്ങളിലൊരു വിശ്വാസം എന്ന് വെച്ചാൽ, നമ്മൾ ഈ അമ്പലത്തിൽ ദേവിനെ ഉടുപ്പിച്ച ഉടയാട കൊണ്ടുവന്നിട്ടേ ഈ കായ്ക്കാത്ത മരത്തിനെ കെട്ടിവെക്കും. ഇത് കേട്ടോ, പ്ലാവ് മരമാണ്. പ്ലാവ് മരത്തെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടങ്ങളിൽ മിക്കവരുടെയും വീടുകളിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ആ ഉടയാട കെട്ടിവെച്ച് കഴിഞ്ഞാൽ ആ മരം, ഏത് മരത്തിലാണ് നമ്മൾ കെട്ടിവെക്കുന്നത്, ഇപ്പോൾ പ്ലാവാണെങ്കിലും ഇപ്പോൾ വേറെ എന്ത് കായ്ക്കാത്ത മരമാണെങ്കിലും അത് കായ്ക്കും. അതൊരു വിശ്വാസമാണ് കേട്ടോ. അത് എല്ലാവരും ചെയ്യാറുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ ആ കുളം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്രദറിൻ്റെ മോനാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവൻ്റെ ടെറസിൽ ഒരു അക്വേറിയം വെച്ചിട്ടുണ്ട് അവനെ. അപ്പോൾ അതിനകത്ത് അവൻ കുറേ ഭംഗിയുള്ള കുറേ മത്സ്യങ്ങളെയൊക്കെ കൊണ്ടുവന്ന് വളർത്തുന്നുണ്ട്. പിന്നെ അവന് ഇവിടെ താഴെ ഒരു പഴയ ഫ്രിഡ്ജ് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ഗപ്പികളെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് താഴെയാണ്. ഇത് ഞാനിന്ന് ആദ്യം കാണി. ഇത് നേരത്തെ വന്നപ്പോഴും ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി, ഞങ്ങൾക്ക് പോകണമല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞ് അന്ന് വാഴച്ചുണ്ട് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് താഴെ വിരിഞ്ഞ് തീർന്ന ഒരു വാഴച്ചുണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനത് ഇട്ടുകൊണ്ടിരിക്കുകയാണേ. ഒരു അരുവായിക്ക് തോട്ടിയിൽ ഇങ്ങനെ അരുവ വെച്ച് കെട്ടിയിട്ട് മുറിച്ച് താഴെ ഇട്ട് തന്നു. പിന്നെ ഞാനത് എടുത്ത് പൊതിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വാഴച്ചുണ്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ച്, വൻപയറൊക്കെ അല്ലെങ്കിൽ ചെറുപയറൊക്കെ ചേർത്തിട്ട് കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ലതല്ലേ, വാഴച്ചുണ്ട് തോരൻ വെച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ആ പഴയ ഫ്രിഡ്ജ് ഇട്ടിട്ട് അതിനകത്ത് ഗപ്പികളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഞാനത് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് അവൻ കുറച്ച് തീറ്റിയൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്താണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.